ഹായ്, സഞ്ജു ടെക്കി വീണ്ടും വാർത്തകളിൽ അങ്ങനെ നിറയുകയാണ് പുള്ളിക്കാരൻ. ആക്ച്വലി എനിക്ക് ആ ചെറുക്കനെ ഓർക്കുമ്പോൾ ചിരിയാണ് വരുന്നത്. വാസ്തവത്തിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് കുറേ എണ്ണം ഇങ്ങനെയുണ്ട്. തങ്ങളാണ് എല്ലാം, തങ്ങൾ ഭയങ്കര പെർഫെക്റ്റ് ആണ്, എല്ലാം കൊണ്ട് ഞാൻ ഓക്കെയാണ്, ഐ ആം ദ പെർഫെക്റ്റ് ആള് എന്ന രീതിയിലൊരു ഷോ ഓഫ് ഉണ്ട് അവന്മാർക്കൊക്കെ. അതിന് ശരിക്കും പറഞ്ഞാൽ ഗണേശനാണ് അപ്പുറത്ത് നിൽക്കുന്നതെന്നുള്ള ബോധമില്ലാതെ പോയി ചാടി കൊടുത്തു. തീർച്ചയായിട്ടും പാലും വെള്ളത്തിൽ കിട്ടിയിട്ടുണ്ട്. ആക്ച്വലി പുള്ളി ചെയ്ത ഒരു കേസിനല്ല കേട്ടോ, പുള്ളിക്ക് കിട്ടിയിരിക്കുന്ന വേറൊരു വിഭാഗത്തിനാണ്. അതായത് ആദ്യം തന്നെ ഇയാൾ ഈ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി ഒന്ന് വൈറലാകാനും അത്യാവശ്യം വ്യൂ കിട്ടാനും വേണ്ടി ചെയ്തതാണ്. നല്ല വ്യൂ തന്നെ കിട്ടുകയും ചെയ്തു. പക്ഷെ പിന്നീട് വ്യൂ കിട്ടാൻ വീണ്ടും ഒരു കുൽസിതം ഒപ്പിച്ചു. അതെന്ത് കുൽസിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മോട്ടോർ വാഹന വകുപ്പിനെയും നിയമ സംവിധാനങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് ഒരു വീഡിയോ. ആ വീഡിയോ ശരിക്കും വൈറലായി, ഇപ്പം നന്നായി അണ്ണാക്കിലേക്ക് കിട്ടിയിട്ടുമുണ്ട്. ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഈ സഞ്ജു ടെക്കി എന്നറിയപ്പെടുന്ന ആലപ്പുഴ കരവൂർ സ്വദേശി സഞ്ജു TS-നെ ആദ്യം ഒരു തവണ അമ്പലപ്പുഴ എൻഫോഴ്സ്മെന്റ് RTO വിളിച്ചു വരുത്തിയതാണ്. അതിന്റെ പേരിൽ ഈ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കുകയും ഒപ്പം തന്നെ വാഹനം ഓടിച്ച മറ്റൊരു വ്യക്തിയുടെ ലൈസൻസ് റദ്ദാക്കുകയൊക്കെ ചെയ്ത് വിട്ടയച്ചതാണ്. ഒരു സാമൂഹ്യ സേവനം അടക്കമുള്ള പ്രവർത്തനം ചെയ്യണം. ഇന്നു മുതലാണ് വണ്ടാനം മെഡിക്കൽ കോളേജിൽ 15 ദിവസം സാമൂഹ്യ സേവനമുള്ളത്. പക്ഷേ ഇതിനിടയിൽ ഈ സഞ്ജു TS വീണ്ടും മോട്ടോർ വാഹന വകുപ്പിനെയും മാധ്യമങ്ങൾ, ഇത് റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങളെയും സർക്കാർ സംവിധാനങ്ങളെയും ഒക്കെ തന്നെ പരിഹസിച്ചുകൊണ്ട് നിയമ വ്യവസ്ഥകളെയൊക്കെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് വീണ്ടും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതാണ് ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടതും ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെട്ട് മോട്ടോർ വാഹന വകുപ്പിനോട് റിപ്പോർട്ട് ചോദിച്ചത്. മോട്ടോർ വാഹന വകുപ്പ് നേരത്തെ തന്നെ റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മോട്ടോർ വാഹന വകുപ്പും ഗൗരവമായി എടുത്താണ് ഇന്ന് കാരണം കാണിക്കൽ നോട്ടീസിന് നേരിട്ട് അമ്പലപ്പുഴ RTOയ്ക്ക് മുൻപിൽ രമണന്റെ മുൻപിൽ ഹാജരാകണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. വേണ്ട രീതിയിലുള്ള വിശദീകരണമല്ല നൽകിയിട്ടുള്ളതെങ്കിൽ ആജീവനാന്ത കാലം ഈ ലൈസൻസ് റദ്ദാക്കാനാണ് MVDയുടെ തീരുമാനം. അത് റെയറായിട്ടാണ് MVD ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുക. അതായത് മനഃപൂർവ്വമായ നരഹത്യ, ആരെങ്കിലും മനഃപൂർവ്വം വണ്ടി ഇടിച്ച് കൊലപ്പെടുത്തുക തുടങ്ങിയ കേസുകളിലൊക്കെ തന്നെ സാധാരണഗതിയിൽ MVD ഇത്തരം നീക്കങ്ങളിലേക്ക് നീങ്ങുക. നിലവിൽ MVD ഹൈക്കോടതിക്ക് കൊടുത്ത റിപ്പോർട്ടിൽ മേൽ ഈ വരുന്ന 13-ാം തീയതി ഹൈക്കോടതി മറ്റ് നിയമ നടപടികൾ കൂടി സ്വീകരിക്കേണ്ട കാര്യത്തിൽ നിർദ്ദേശം നൽകും. നിലവിൽ ഈ സഞ്ജു TS-ന് മറ്റ് പഴയ നിയമലംഘനങ്ങൾ കൂടി ഇയാൾ നടത്തിയിട്ടുണ്ട്. 160 കിലോമീറ്റർ സ്പീഡിൽ കാർ ഓടിച്ചു, മണിക്കൂറിൽ കാർ ഓടിച്ചു. അത് ഒപ്പം തന്നെ പ്രായപൂർത്തിയാകാത്ത ലൈസൻസ് ഇല്ലാത്ത വ്യക്തിയെ കൊണ്ട് കാർ ഓടിച്ചു. ഇയാൾക്ക് ആഡംബര കാറുകൾ ഉള്ളതിലൊക്കെ തന്നെ രൂപമാറ്റം വരുത്തിയിട്ടുണ്ട്. അതിൽ ടാറ്റ സഫാരി, ബെൻസ് അടക്കമുള്ള വാഹനങ്ങളുണ്ട്. നിലവിൽ സ്വിമ്മിംഗ് പൂൾ തയ്യാറാക്കിയ ടാറ്റ സഫാരി വാഹനം MVD പോലീസിന് കൂടി കൈമാറിയിട്ടുണ്ട്. ഇന്ന് മുതലാണ് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ 15 ദിവസം സേവനമുള്ളത്. അതിനു മുൻപേ ആണ് ഇന്ന് അമ്പലപ്പുഴ RTOയ്ക്ക് മുൻപിൽ ഹാജരായി വിശദീകരണം നൽകേണ്ടതും. വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ ആജീവനാന്തകാലം അയാളുടെ ലൈസൻസ് റദ്ദാക്കുക, മറ്റ് നടപടികളിലേക്ക് കൂടി MVD നീങ്ങുക. SK പൊളിച്ചു എന്നല്ലാതെ എന്താ പറയാ. 15 ദിവസത്തേക്ക് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ ആശുപത്രിയിൽ, അതായത് അവിടെ ബാത്റൂം ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ അവിടെയുള്ള പേവാടായാലും എന്തായാലും അവിടെ ക്ലീനിങ് ആണ് പുള്ളി ഏർപ്പാടാക്കിയിരിക്കുന്നത്. നന്നായി വൈറലായിട്ടും ഒന്ന് അടങ്ങണം എന്നുള്ളതുണ്ടായിരുന്നോ? ഇല്ല. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ്. അന്ന് തന്നെ ഗണേഷ് കുമാർ പറഞ്ഞിരുന്നു പുള്ളിക്കാരൻ്റെ ചാനൽ മൊത്തം എടുത്തു വെച്ച് ഒന്നും കൂടെ നോക്കും, അപ്പോൾ അതിനകത്ത് എവിടെയെങ്കിലും ഇതുപോലുള്ള വയലേഷൻസ് ഉണ്ടെങ്കിൽ 100% അതിന് പണി കൊടുക്കുന്നു. അപ്പോൾ ഇതുപോലെ സ്പീഡിൽ ഓടിക്കുന്ന ഒരു സാധനം അതിനകത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. ഒരു പയ്യനെ, കൊച്ചിനെ കൊണ്ട് ഓടിക്കുന്നത് കിട്ടിയിട്ടുണ്ട്. ആകെ മൊത്തത്തിൽ പൊളിഞ്ഞു പാളീസായി എന്നുള്ളത് വസ്തുത. നെഗറ്റീവ് പബ്ലിസിറ്റിയും ഒരു പബ്ലിസിറ്റി ആണ് എന്ന് തോന്നി ചെയ്ത ഒരു വൃത്തികേടിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് ഇതൊക്കെ. ഇതൊന്നും കൊണ്ട് അവൻ അടങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇനിയിപ്പം അതും അവൻ ലൈവിലിടും. കാരണം അവൻ ക്ലീൻ ചെയ്യുന്നതും അവൻ ഇടും. എന്തും ഏതും ലൈവിലിടുകയും ഏതും പറയുകയും ചെയ്യുന്നത് മഹാമോശമാണെന്നുള്ളത് ഒരു സാമാന്യ ബോധമില്ലാത്തൊരു കഴുത. അതിനപ്പുറം ഒന്നും പറയാനില്ല. ഈ വിവാഹത്തിൻ്റെ ഒരു സെപ്പറേഷൻ, പിന്നെ എന്താ, അങ്ങനെ കുറേ സർക്കസ് ഇവൻ മുൻപ് കാണിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം അവന് ഇതാണ്. ഈ ഇടയ്ക്ക് ഞാൻ കണ്ട ഒരു വീഡിയോ ആണ്, അതായത് വൈറലൊന്നും ആയിട്ടില്ലെങ്കിലും ബട്ട് സ്റ്റിൽ, അച്ചമ്മ മരിച്ചു, അച്ചമ്മയെ ആംബുലൻസിൽ കൊണ്ടുവരികയാണ്. എൻ്റെ അച്ചമ്മ മരിച്ചു ഗൈസ്, എൻ്റെ അച്ചമ്മയെ ആംബുലൻസിൽ കൊണ്ടുവന്നു ഗൈസ്. ഇതൊക്കെ ആ കുട്ടികൾ എന്തുകൊണ്ട് ചെയ്യുന്നതെന്നറിയാമോ? ഇത്തരക്കാരെ കണ്ട് കോപ്പി അടിക്കുന്നതാണ്. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ഒരു സാധനം ഓരോ ഇൻഫ്ലുവൻസർക്കും അനിവാര്യമായ ഒരു കാര്യമാണ്. നമ്മളുടെ കുഞ്ഞുങ്ങളുടെ കയ്യിലാണ് ഈ മൊബൈലുള്ളത്. അപ്പോൾ അവർ കാണാൻ പാടില്ലാത്ത രീതിയിലുള്ള സാധനങ്ങൾ നമ്മൾ കാണിക്കാതിരിക്കാൻ ശ്രമിക്കുകയില്ല വേണ്ട. ഇവൻ കാണിച്ചതൊക്കെ പൂർവ്വമായി തെറ്റായ, സത്യം പറഞ്ഞാൽ വളരെ മോശമായ കാര്യങ്ങളാണ്. ഇപ്പോൾ ഒരാൾക്ക് ഫണ്ണിന് വേണ്ടിയിട്ട് ഓരോന്ന് ചെയ്യുന്നു. അപ്പോൾ ഫൺ എലമെൻ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം ഉണ്ട്? ഏറ്റവും നല്ല ഇവൻ ചെയ്യാൻ പറ്റിയ ഫൺ എലമെൻറ്റിൽ ഒരെണ്ണം എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ കൊക്കയുടെ മേളിൽ കയറി നിന്നിട്ട് ഞാൻ താഴോട്ട് ചാടുകയാണെന്ന് എടുത്തങ്ങ് ചാടുക.
അതാണ് ഏറ്റവും നല്ല ഫൺ എലമെന്റ്. ആർക്കും ഉപദ്രവം ഒന്നും ഉണ്ടാവത്തില്ല. സ്വന്തമായിട്ട് ദേഹം കീറി പറഞ്ഞ് നാട്ടുകാരെ എടുത്തുകൊണ്ട് കൊണ്ടുപോയി അടക്കം ചെയ്തോളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, തലയിൽ കൂടെ പെട്രോൾ ഒഴിച്ചിട്ട് കത്തിച്ച് കാണിച്ചു കൊടുക്കുക. ഇതൊക്കെ നല്ല ഫൺ എലമെന്റാണ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ പൊതുസമൂഹത്തിന് ഒരു നല്ല ഒരു കാര്യമായിരിക്കും കൊടുക്കണം. ഇങ്ങനെയുള്ളതിനെയൊക്കെ, ഇങ്ങനെയുള്ള റോക്കറ്റുകളൊക്കെ ഇങ്ങനെ തന്നെ തീരണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും കളിച്ച് നിയമത്തിനെതിരെയും അധികാരികൾക്കെതിരെയും തോന്നിവാസം പറയാൻ പോയിട്ട് അവസാനം പണി വാങ്ങിക്കൂട്ടി എന്നത് നല്ലൊരു കാര്യമാണ്. മാക്സിമം നിങ്ങളൊക്കെ ഇത് ശരിക്കും പറഞ്ഞാൽ എല്ലാ യൂട്യൂബേഴ്സും ഇത് എടുത്ത് വെച്ച് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇവനെ പോലെയുള്ളവർ ഇനി ഇതുപോലുള്ള ചക്കര കളിക്ക് നിൽക്കരുത് എന്നുള്ളതാണ്. ആദ്യം തന്നെ ഇങ്ങനെ ഒരു ക്രൈം സീൻ ചെയ്തു, അതിനിങ്ങനെ ഒരു പണിഷ്മെൻറ്റ് വന്നു. അപ്പം തന്നെ മനസ്സിലാവണ്ടേ, അപ്പം തന്നെ വിജിലൻ്റ് ആവണ്ടേ. മാസ് കാണിക്കാൻ വേണ്ടിയിട്ട് അതും എടുത്തു വെച്ചിട്ട് ഇവരെയൊക്കെ കളിയാക്കി, പ്രത്യേകിച്ച് മാധ്യമത്തിനെയൊക്കെ കളിയാക്കി കഴിഞ്ഞാൽ പിന്നെ അവർ വെറുതെ വിടുമോ? അന്ന് തന്നെ ഗണേഷ് കുമാർ അത് വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്നു, ഇവനെ ശരിക്കും തറ ചെക്ക് ചെയ്യുന്നുണ്ടെന്നും പണി കൊടുക്കുമെന്നും പറഞ്ഞ സ്ഥിതിക്കെങ്കിലും ഒന്ന് അടങ്ങണ്ടേ. ഒരു 50 പൈസയ്ക്ക് അടങ്ങണ്ടേ. പണം ആയി അല്ലെങ്കിൽ അത്യാവശ്യം ഇതൊക്കെ ആകുന്ന സമയത്ത് പിന്നൊരു തോന്നലാണ്, നമ്മളാണ് കേമൻ, നമ്മളെ കഴിഞ്ഞേ ബാക്കിയുള്ളവരുള്ളൂ എന്നൊരു തോന്നൽ സ്വയം വന്നു പോകുന്ന എല്ലാ അവന്മാർക്കും ഉള്ള ശരിക്കുള്ള പാഠമാണിത്. ഈ ലൈഫ് ലോങ് ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവൻ വേറെ ആളെ വെച്ച് വണ്ടി ഓടിക്കും, അത്രയേ ഉള്ളൂ, വ്യത്യാസമൊന്നുമില്ല. പിന്നെ ഇതുപോലുള്ള ഇല്ലീഗൽ കളികൾ ചെയ്യാൻ താല്പര്യപ്പെടുന്നവൻ ഇനി അത് തുടർന്ന് ചെയ്യുക തന്നെ ചെയ്യും. അതൊരു ശരിയായ ഇതല്ല, അതുകൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അത് പൊതുസമൂഹത്തിന് കൊടുക്കുന്ന ഒരു നല്ല മെസ്സേജാണ്. ഇതുപോലെയൊക്കെ തോന്നിവാസങ്ങൾ കാണിച്ചതാ ഇതുപോലെ ഇരിക്കുമെന്ന്. ഇനി വിദേശത്തോ മറ്റോ പോകുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ പെട്ടു എന്നുള്ളതാണ്. റിമാർക്ക് എന്ന് പറയുന്നത് മാറി കിട്ടുന്ന ഒരു സാധനമല്ല. മാത്രമല്ല പണം എപ്പോഴും നമ്മുടെ കയ്യിൽ നിലനിൽക്കും എന്നുള്ളൊരു വിശ്വാസവും നല്ലതല്ല. എപ്പോൾ വേണമെങ്കിലും എന്ത് സംഭവിക്കാം. അന്നത് തിരിച്ചടികളായിരിക്കും. ഈ അഹങ്കാരം കൊണ്ട് ഓരോന്ന് കാണിക്കുന്നതിനൊക്കെ ആഫ്റ്റർ എഫക്റ്റ് പിന്നീട് നമ്മൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് വസ്തുത. കുറച്ചങ്ങ് അടങ്ങിയിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ഒരു ദിവസം കാണേണ്ടി വരത്തില്ലായിരുന്നു. ബാത്റൂം ക്ലീനിങ് കൊടുക്കുന്ന നല്ലൊരു പണിഷ്മെൻറ്റാണ്. പണത്തിൻ്റെ കൊഴുപ്പ് കൊണ്ട് കാണിക്കുന്ന ചില പോക്കർത്തരങ്ങൾക്ക് അത് നല്ലൊരു കാര്യമാണ്. മെഡിക്കൽ കോളേജ് അല്ല അവന് ക്ലീൻ കൊടുക്കണം, റോഡ് ക്ലീൻ ചെയ്യാനാണ് കൊടുക്കേണ്ടിയിരുന്നത്. സത്യം പറഞ്ഞാൽ നാട്ടുകാരും കൂടെ കാണണം. ഇതിപ്പോൾ ഇങ്ങനെ ഒരു പണിഷ്മെൻറ്റ് കൊടുത്ത കാര്യം നമുക്കാർക്കും അറിയത്തില്ല. അവനേക്കാൾ കൂടുതൽ നമ്മളൊക്കെയാണ് ഇതെടുത്ത് പബ്ലിസിറ്റി കൊടുക്കേണ്ടത്. ഇത്തരത്തിൽ തോന്നിവാസം കാണിക്കുന്നവർക്ക് പൊതുസമൂഹം കൊടുക്കേണ്ടത് അവജ്ഞയും പുച്ഛവും മാത്രമാണ്. ഇഗ്നോർ ചെയ്യുക എന്നുള്ളതാണ്. അവനൊരു ഇൻഫ്ലുവൻസർ അന്ന് പറയുന്നത് തന്നെ തെറ്റാണ് സത്യം പറഞ്ഞാൽ. പിന്നെ എന്താ പറയുക, ഇങ്ങനെയുള്ളവർക്കാണ് വ്യൂ കൂടുതൽ, ഇങ്ങനെയുള്ളവർക്കാണ് അക്സെപ്റ്റൻസ് കൂടുതൽ. പേക്കൂത്തും പേപ്പട്ടിക്കൂത്തും കാണിക്കുന്നതിനാണ് കുട്ടികൾ ഉൾപ്പെടെ കാഴ്ചക്കാരായിട്ടുള്ളത്. അത് കൗതുകം കൊണ്ടുപോയി നോക്കുന്നതാണെന്ന് മനസ്സിലാകും. എന്നിരുന്നാലും നമ്മൾ കാണുന്ന നമ്മളുടെ ആ വ്യൂ അത് അവർക്ക് കൊടുക്കുന്ന പ്രോത്സാഹനമാണ്. അതിൽ കൂടെ അവർക്കൊരു ഇൻകം കിട്ടുന്നുണ്ട്. ആ ഇൻകം ഉപയോഗിച്ചാണ് അവർ ഈ തോന്നിവാസങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇതുപോലൊരു പ്രശ്നങ്ങളിൽ പോയി നിൽക്കരുത് എന്നുണ്ടെങ്കിൽ ഇത്തരക്കാരെ ബോയ്ക്കോട്ട് ചെയ്യുക, മീൻസ് ഇഗ്നോർ ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെയുള്ളവരുടെ ചാനലുകൾ എടുത്തിട്ട് നോട്ട് ഇൻട്രസ്റ്റഡ് എന്നോ റിപ്പോർട്ട് അടിക്കുകയോ ഒതുക്കി വിടുകയോ ഒക്കെയാണ് ചെയ്യേണ്ടത്. എന്തുകൊണ്ട് പോലീസ് അങ്ങനെ ഒരു രീതി കൈവരിക്കുന്നില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവന്മാർക്ക് ഇങ്ങനത്തെ പണിഷ്മെൻ്റ് അല്ല കൊടുക്കുക. യൂട്യൂബിൽ നിന്ന് ഇവന്മാർക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കരുത്. ഇവന്മാർ ഏത് രീതിയിൽ ഏത് ചാനൽ ചെയ്താലും അത് പോലീസിന് ഇൻഫർമേഷൻ കൊടുത്തിട്ട് ചാനലേ ഇല്ലാണ്ടാക്കുക എന്നുള്ളതാണ്. ഈ ചാനൽ കൊണ്ടാണല്ലോ ഈ തോന്നിവാസം അവൻ കാണിച്ചിട്ടുള്ളത്. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണെങ്കിൽ ഏറ്റവും നല്ല മറുമരുന്ന്, അതും സൈബർ ഇടങ്ങളിൽ സൈബർ പോലീസുകാർ ചെയ്യേണ്ടത് ഇവൻ്റെ ചാനൽ നശിപ്പിച്ച് കളയുക എന്നുള്ളതാണ്. ചാനലിൽ നിന്ന് വരുന്ന വരുമാനവും ചാനലും ആണല്ലോ അവനെ കൊണ്ട് ഇതൊക്കെ ചെയ്യുന്നത്. ചാനലിൻ്റെ പാസ്വേഡ് കണ്ടെത്തി അത് ഡിലീറ്റ് ചെയ്തിട്ട് പോടാന്ന് പറയണം, അതാ ചെയ്യേണ്ടത്. അപ്പോൾ ഇനി മേൽക്കൊണ്ട് ഇതുപോലുള്ള അഹങ്കാരങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല. ഇവനൊക്കെ ഇനി കയറി വരാതിരിക്കുന്ന വണ്ണം അതിനുള്ള പണിഷ്മെൻ്റാണ് ചെയ്യേണ്ടത്. ആൻഡ് ഈ കൈൻഡ് ഓഫ് ഇൻഫർമേഷൻ അവൻ കൊടുക്കുന്നുണ്ടെന്നും പൊതുസമൂഹത്തിന് ആപത്കരമായ രീതിയിലാണ് ഇവൻ്റെ ചാനൽ നടത്തിപ്പെന്നും ഈ യൂട്യൂബിനൊരു ഇൻഫർമേഷൻ കൊടുക്കാൻ പോലീസിന് സാധിക്കുമല്ലോ. ഇൻകം സ്രോതസ്സാണ് നടത്തി കൊടുക്കേണ്ടത്. കാരണം അത് വെച്ചിട്ടാണല്ലോ ഇവർ ഈ വൃത്തികേട് കാണിക്കുന്നത്. ജീവിക്കാൻ വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നത് പോലെയാണോ? ഇത് മറ്റൊരു രീതിയിലുള്ള വൃത്തികേടാണ്. ഇത്തരം വൃത്തികേടുകൾ നിർത്തലാക്കാൻ മര്യാദ പഠിച്ചിട്ടില്ല അച്ഛൻ. പക്ഷേ അവനൊരു പണിഷ്മെൻറ്റ് കൊടുത്തിട്ട് വീണ്ടും അവൻ വെല്ലുവിളിക്കുന്ന രീതി വന്നിട്ടുണ്ടെങ്കിൽ അവൻ്റെ ലൈസൻസ് റദ്ദാക്കുന്നത് കൊണ്ടൊന്നും അവൻ അടങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചാനൽ തന്നെ ടാർഗറ്റ് ചെയ്യണമെന്ന് എനിക്ക് പറയുള്ളൂ. എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് അത്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. കേൾക്കാമല്ലോ എന്താണെന്ന്. താങ്ക് യു സോ മച്ച്.